ഈ സെക്ഷനിൽ കണക്ഷൻ ഡയഗ്രവും ടെസ്റ്റ് ഓൺ ഗ്രൗളറും ഉപയോഗിച്ച് DC മെഷീൻ വൈൻഡ് ചെയ്ത് അസംബിൾ ചെയ്യുന്നത് മനസ്സിലാക്കാം. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോഡിയിൽ നിന്ന് ആർമച്ചർ എങ്ങനെ റിമൂവ് ചെയ്യാം, ആർമച്ചർ ഡാറ്റ കളക്ട് ചെയ്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം, കൂടാതെ ആർമച്ചർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം ഒരു ടെസ്റ്റ് ബൾബ് ഉപയോഗിച്ച്. അത് ഗ്രൗണ്ടഡ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ആർമച്ചറിലുള്ള കോയിൽസ് അത് ഷോർട്ട് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ച് മനസ്സിലാക്കാം. അത് കൂടാതെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ച് തന്നെ കോയിൽ ഓപ്പൺ ആയിരിക്കുന്നുണ്ടോ നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാം എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മിക്സറിന്റെ കണക്ഷൻ ഡയഗ്രമാണിത്. ഇപ്പോൾ മിക്സറിന്റെ കണക്ഷൻ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. മിക്സറിന്റെ നെയിം പ്ലേറ്റ്. ആദ്യം മിക്സറിന്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ നോട്ട് ചെയ്തെടുക്കണം. നെയിം പ്ലേറ്റിന്റെ ഡീറ്റെയിൽസ് താഴെ കാണുന്നത് പോലെ ആയിരിക്കും. മാനുഫാക്ചറർ, വോൾട്ടേജ്, അതിൻ്റെ മോഡൽ ഏതാണെന്നുണ്ടാകും, അതിൻ്റെ വാട്ടേജ്, സീരിയൽ നമ്പർ, ഇവയെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മിക്സറും അതിൻ്റെ ഭാഗങ്ങളും. ആദ്യം നമ്മൾ ക്ലോസിംഗ് കവറിൻ്റെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് റബ്ബർ ബുഷ് പുറത്തേക്കെടുക്കണം. അതിൻ്റെ പ്രൈമറി സപ്ലൈയുടെ ലീഡ് എവിടെയാണെന്ന് നമ്മൾ ട്രേസ് ചെയ്ത് അത് കണ്ടുപിടിച്ച് ഇന്റേണൽ കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അടുത്തത് പവർ സപ്ലൈ കോഡ്. ഇതാണ് സെലക്ടർ സ്വിച്ച് അല്ലെങ്കിൽ സ്പീഡ് കൺട്രോളിൻ്റെ സ്വിച്ച്. ഇതാണ് തെർമൽ ഓവർലോഡ് റിലേ, അതായത് തെർമോസ്റ്റാറ്റ്. ആർമച്ചർ, ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കോയിൽസ്. ഇനി കണക്ഷൻ ഡയഗ്രം. ഇവിടെ നമ്മൾ ഫീൽഡിനും ആർമച്ചറിനും കൂടാതെ സ്പീഡ് സെലക്ടർ സ്വിച്ചിനും ഇടയിലുള്ള ഇന്റേണൽ കണക്ഷൻസ് ട്രേസ് ചെയ്ത് അതിൻ്റെ കണക്ഷൻ ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. ആർമച്ചർ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ സ്വിച്ച്. ആർമച്ചർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? മിക്സറിൽ നിന്ന് ആർമച്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ഈ താഴെ കാണുന്നത് പോലെ ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മിക്സറിൻ്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ആയിരിക്കുന്ന ടോപ്പ് കവറിൻ്റെ സ്ക്രൂ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യണം. മിക്സറിൻ്റെ ടോപ്പ് കവർ എടുക്കണം. അതിൻ്റെ കണക്റ്റിംഗ് പുള്ളി നമ്മൾ റിമൂവ് ചെയ്യണം. ഉള്ളിലുള്ള ലീഡ്സ് കൂടാതെ മെയിൻ സപ്ലൈ ലീഡ് ഇവയെല്ലാം സ്പീഡ് സെലക്ടർ സ്വിച്ചിൽ നിന്ന് അല്പം മാറ്റിവെക്കണം. കൂടാതെ കാർബൺ ബ്രഷും പുറത്തേക്കെടുക്കണം. സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് നമ്മൾ മിക്സറിൻ്റെ ബോഡിയിലും ബോട്ടം കവറിലുമുള്ള ലൊക്കേഷൻ നമ്മൾ മാർക്ക് ചെയ്യണം. മെഷീൻ സ്ക്രൂ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം കവർ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഫാൻ ബ്ലേഡിൽ നിന്ന് ആർമച്ചർ ഷാഫ്റ്റ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. സ്റ്റേറ്ററിൻ്റെ മിക്സർ ഗ്രൈൻഡറിൽ നിന്ന് ആർമച്ചർ നമ്മൾ മെല്ലെ പുറത്തേക്കെടുക്കണം. ആർമച്ചറിൽ കാണാവുന്ന ഏതെങ്കിലും കേടുപാടുകളുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ആർമച്ചർ വൈൻഡിങ് സ്റ്റാൻഡിൽ തന്നെ വെച്ച് അതിൻ്റെ സെഗ്മെൻറ്റ്സും സ്ലോട്ട്സും നമ്മൾ ഒന്ന് എണ്ണി നോക്കണം. അതിൻ്റെ ഡേറ്റ ഒരു ടാബുലർ ഫോർമാറ്റിലാക്കുക. ഈ ആർമച്ചർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും ഒരു PDF ഡാറ്റാ ഷീറ്റിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവണം. ഡേറ്റാ ഷീറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ലോട്ട്സിൻ്റെ നമ്പർ, ബാറുകളുടെ നമ്പർ, കോയിൽ സ്പാൻ, ടേൺസിൻ്റെ നമ്പർ, കോയിൽസ് അല്ലെങ്കിൽ സ്ലോട്ടിൻ്റെ നമ്പർ, വേവ് വൈൻഡിംഗ് അല്ലെങ്കിൽ ലാപ്പ് വൈൻഡിംഗ്, കോർ ഡയമീറ്റർ, കോർ ലെങ്ത്, റേസറിൻ്റെ വിഡ്ത്ത്, റേസറിൻ്റെ ഡെപ്ത്ത്, കൂടാതെ റേസറിൻ്റെ ഡയമീറ്റർ. ഡേറ്റ കുറിച്ച് വെച്ച് നമ്മൾ ആർമച്ചർ ഉണ്ടാക്കണം. കണക്ഷൻ ഡയഗ്രം. ഈ ഡയഗ്രം നോക്കി നമുക്ക് സ്ലോട്ട്സിലെ ആർമച്ചറും കണ്ടക്ടേഴ്സും കൂടാതെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സും തമ്മിലുള്ള കണക്ഷൻസ് മനസ്സിലാക്കാം. റിംഗ് ഡയഗ്രം. ഈ ഡയഗ്രത്തിൽ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സും കോയിൽസും തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഒരു റിംഗ് ഡയഗ്രം ഉണ്ടാവുക. ആർമച്ചറിൻ്റെ ടെസ്റ്റിംഗ്. ഒരു സെൻറ്റർ പഞ്ച് ഉപയോഗിച്ച് ഒരു ചെറിയ ഡോട്ട് നമ്മൾ ഇടുക. അതായത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ 2 എൻഡുകളിലുമാണ് ഇടേണ്ടത്. അതിനുശേഷം സ്ലോട്ടിലേക്ക് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ എൻ കണക്ഷൻ അത് നമ്മൾ ട്രേസ് ചെയ്യുക. കമ്മ്യൂട്ടേറ്റർ റേസേഴ്സ് ആർമച്ചറിൻ്റെ ലീഡ്സ് നമ്മൾ മെല്ലെ സെപ്പറേറ്റ് ചെയ്യുക. ആർമച്ചറിൻ്റെ സ്ലോട്ട്സും കൂടാതെ വൈൻഡിങ്ങുകളും നമ്മളൊരു തിന്നർ ഉപയോഗിച്ച് ശരിയാക്കുക. ഫൈബർ അല്ലെങ്കിൽ ഹൈലം വെഡ്ജസ് അത് മെല്ലെ നമ്മൾ പുറത്തേക്കെടുക്കുക. അതിനുശേഷം കോയിൽ പിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ ടേബിളിലാക്കുക. ഓരോരോ ആർമച്ചർ കോയിലുകളും സ്ലോട്ടിൽ നിന്ന് ഓരോരോ സമയത്തായി പതുക്കെ പുറത്തേക്കെടുക്കുക. അതിൻ്റെ ചുറ്റുകളുടെ നമ്പർ, വൈൻഡിങ് വയറുകളുടെ സൈസ്, കോയിലിൻ്റെ വെയിറ്റ്, കൂടാതെ ടൈപ്പ് ഓഫ് സ്ലോട്ട് ഇൻസുലേഷൻ, കൂടാതെ വൈൻഡിങ്ങിൻ്റെ ടോട്ടൽ വെയിറ്റും നമ്മൾ നോക്കുക. ഇതെല്ലാം ഒരു ടേബിളിലേക്ക് നമ്മൾ എഴുതി വയ്ക്കുക. ടേൺസിൻ്റെ നമ്പർ, വൈൻഡിങ്സിൻ്റെ സൈസ്, കോയിലിൻ്റെ വെയിറ്റ്, ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ, വൈൻഡിങ്ങിൻ്റെ ടോട്ടൽ വെയിറ്റ്.
വൈൻഡിങ് ഓഫ് ആർമച്ചർ. ഇനി നമുക്ക് ആർമച്ചറിൻ്റെ വൈൻഡിങ് ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. വൈൻഡിങ് വയർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്പൂൾ നമ്മളൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുന്നു. ഗൈഡ് പേപ്പർ കോയിൽ നമ്മൾ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ടുകളിൽ ഒരു ഗൈഡ് പേപ്പർ നമ്മൾ പ്ലേസ് ചെയ്യുക. ഗൈഡ് പേപ്പർ സ്ലോട്ട്സ് 1-ലും 6-ലും പ്ലേസ് ചെയ്യുക. ആർമച്ചർ നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുക. കോയിലിൻ്റെ ഒരു സൈഡ് സ്ലോട്ട് നമ്പർ 1-ലേക്കും സ്ലോട്ട് നമ്പർ 6-ലേക്കും കണക്ട് ചെയ്ത് ആർമച്ചർ കൈകൊണ്ട് മെല്ലെ വൈൻഡ് ചെയ്യുക. 36 തവണ അത് ചുറ്റി നമ്മളൊരു ലോങ്ങർ ലൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. കൂടാതെ 36 ടേൺസ് നമ്മൾ വീണ്ടും ചെയ്ത് സ്ലോട്ട്സിൽ ലൂപ്പ് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് മെല്ലെ സെറ്റ് ചെയ്യുക. സെക്കൻഡ് കോയിലിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മളൊരു ഷോർട്ട് ലൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത കോയിലാണെങ്കിൽ സ്ലോട്ട് നമ്പർ 7-ലും 2-ലേക്കുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 36-ാമത്തെ ചുറ്റിൽ നമ്മളൊരു ലോങ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് 36 തവണ സ്ലോട്ട് നമ്പർ 2-ലും 7-ലും നമ്മൾ ടേൺ ചെയ്യുന്നു. ഇതും കൈകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ റീവൈൻഡിങ് ചെയ്തതിന് ശേഷം ആർമച്ചറിൻ്റെ സോൾഡറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ലീഡ് സ്വിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ അളവെടുത്ത് കമ്മ്യൂട്ടേറ്റർ റേസേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നു. എവിടെയാണോ റേസേഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ് വയർ ലൂപ്പുകൾ ആ ഇൻസുലേഷൻ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നു. എൻ കണക്ഷൻ വയേഴ്സ് എല്ലാം നമ്മൾ ശരിയായ ഓർഡറിലാക്കുന്നു. ശേഷം കമ്മ്യൂട്ടേറ്ററിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് കെട്ടി റേസേഴ്സിലുള്ള വയർ കണക്ഷൻസ് നമ്മൾ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. റേസേഴ്സിൻ്റെ 2 എൻ കണക്ഷനും കൃത്യമായി നമ്മൾ സോൾഡർ ചെയ്യണം. സോൾഡർ അധികമായി പോയാൽ നമ്മൾ റേസേഴ്സ് ട്രിം ചെയ്യണം. കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ആർമച്ചറിൻ്റെ എൻഡ് കണക്ഷൻസ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. ഒരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ച് ആർമച്ചർ ചെക്ക് ചെയ്യുക. അതായത് ഷോർട്ട്സ് ഉണ്ടോ, ഓപ്പൺ സർക്യൂട്ട്സ് ഉണ്ടോ, ഗ്രൗണ്ടിങ് ആണോ എന്നെല്ലാം നമ്മൾ നോക്കുക. ആർമച്ചറിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അത് വാർണിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും എക്സ്ട്രാ വാർണിഷ് ഉണ്ടെങ്കിൽ അതും നീക്കം ചെയ്യുക. ഇനി ആർമച്ചറിൻ്റെ ടെസ്റ്റാണ്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിനും ഷാഫ്റ്റിൻ്റെയും ഇടയിൽ ഒരു ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് ആർമച്ചർ വൈൻഡിങ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ച് ആർമച്ചർ അറ്റാച്ച് ചെയ്യുക. ഗ്രൗളർ മെല്ലെ ഓൺ ചെയ്യുക. ഒരു ഹാക്സോ ബ്ലേഡ് സ്ലോട്ടിൻ്റെ മുകൾ ഭാഗത്ത് പിടിച്ച് അതിൻ്റെ തുല്യ നീളത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഹാക്സോ ബ്ലേഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഗ്രൗളിംഗ് സൗണ്ട് ഉണ്ടോ എന്നും ശ്രദ്ധിക്കുക. ആർമച്ചർ അതിനുശേഷം മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. ഗ്രൗളർ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം AC മില്ലി വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ആം മീറ്ററിൻ്റെ ലീഡ്സ് നമ്മൾ അടുത്തടുത്തുള്ള സെഗ്മെൻറ്റുകളിലേക്ക് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ആർമച്ചർ മെല്ലെ റൊട്ടേറ്റ് ചെയ്യുക. കൂടെയുള്ള എല്ലാ ബാറുകളിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ആർമച്ചർ വൈൻഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അതുടനെ തന്നെ റെക്ടിഫൈ ചെയ്യുക. പ്രീ ഹീറ്റിങ്ങിന് ശേഷം ആർമച്ചർ വാർണിഷ് ചെയ്യുക. ഈ എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർമച്ചറിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നല്ല രീതിയിലാണ്. റീക്യാപ്പ്. ഈ സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് ബോഡിയിൽ നിന്ന് ആർമച്ചർ എങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കും, ആർമച്ചർ ഡാറ്റ എങ്ങനെ ശേഖരിച്ച് റെക്കോർഡ് ചെയ്യാം, ഒരു ആർമച്ചർ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ബൾബ് ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ആർമച്ചറും കൂടാതെ കോയിലിലെ ഷോർട്ട്സും നമ്മൾ കണ്ടുപിടിക്കുന്നത്, ആർമച്ചറിൽ ഓപ്പൺ കോയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാനായി എങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ ഗ്രൗളർ ഉപയോഗിക്കുന്നത്. ഈ സെക്ഷനിൽ കണക്ഷൻ ഡയഗ്രവും ടെസ്റ്റ് ഓൺ ഗ്രൗളറും ഉപയോഗിച്ച് DC മെഷീൻ വൈൻഡ് ചെയ്ത് അസംബിൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സെക്ഷനിൽ നമുക്ക് കൂടുതൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാം. അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.